നീലേശ്വരത്തിന്റെ കലാസാംസ്കാരിക കായികാരോഗ്യ മേഖലയിൽ പുത്തൻ ഉണർവേകാൻ ഫോക്കസ് എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിച്ചു. സാംസ്കാരിക വേദിയുടെ ഉദ്ഘാടനം ജാനകിയമ്മ അനുസ്മരണത്തോടെ ഞായറാഴ്ച നീലേശ്വരത്ത് നടന്നു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നീലേശ്വരത്തിന്റെ കലാസാംസ്കാരിക കായിക ആരോഗ്യ മേഖലകളിൽ ഉൾപ്പെടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഫോക്കസ് എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഹോദരത്വം, സംസ്കാരം, ഐക്യം, സുസ്ഥിര വികസനം എന്നിവയാണ് സംഘടന ലക്ഷ്യമിടുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ വിനോദ പരിപാടികൾ, നാടക ശില്പശാലകൾ, നാടൻ കലകളുടെ പ്രോത്സാഹനം, സിനിമാസ്വാദന ക്യാമ്പുകൾ, നൈപുണ്യ വികസനം, തൊഴിൽ മേളകൾ, കരിയർ ഗൈഡൻസ്, സാങ്കേതിക വൈജ്ഞാനിക പരിപാടികൾ, വിഷരഹിത പച്ചക്കറി സംരംഭങ്ങൾ, പാഴായി പോകുന്ന നാടൻ ഫലങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ആതുര സേവന മേഖലയിൽ ഇടപെടൽ, സംവാദ സദസ്സുകൾ എന്നിവയിലാണ് ഫോക്കസ് മുഖ്യമായും കേന്ദ്രീകരിക്കുക. സൗഹൃദ ചീരത്തണ്ട് നൽകി പ്രാദേശിക കൃഷി ശാസ്ത്രജ്ഞൻ PV ദിവാകരനാണ് സംഘടന ഉദ്ഘാടനം ചെയ്തത്. സാംസ്കാരിക വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ഗായിക S ജാനകിയമ്മ അനുസ്മരണവും ആഗസ്റ്റ് 9 ഞായറാഴ്ച വൈകിട്ട് 5 നീലേശ്വരം മാർക്കറ്റ് സ്ക്വയറിലെ മാർക്കറ്റ് ലോഞ്ചിൽ കവിയും പ്രഭാഷകനും എഴുത്തുകാരനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും. നീലേശ്വരം നഗരസഭ ചെയർമാൻ PP മുഹമ്മദ് റാഫി മുഖ്യാതിഥിയാവും. തുടർന്ന് ജാനകിയമ്മയുടെ അനശ്വര ഗാനങ്ങളുമായി പ്രശസ്ത ഗായകർ അണിനിരക്കുന്ന മാനസമണി വീണ സംഗീത സദസ്സും അരങ്ങേറും. അംഗങ്ങൾക്കും ക്ഷണിക്കപ്പെട്ടവർക്കുമായിരിക്കും പ്രവേശനം. പ്രസിഡന്റ് Dr. V. സുരേശൻ, സെക്രട്ടറി Dr. NP വിജയൻ, ട്രഷറർ K. പ്രഭാകരൻ, ഭാരവാഹികളായ ബിന്ദു മരങ്ങാട്, U. ഉണ്ണികൃഷ്ണൻ, PU ചന്ദ്രശേഖരൻ എന്നിവരാണ് മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.